ജയ് ഭോലനാഥ. ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി നിന്റെ ചിത്തത്തിലുള്ള ചിത്രത്തിനെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ പ്രിയതമയെ നീ രക്ഷിച്ചുവല്ലേ? അന്തിമ പോരാട്ടത്തിലേക്ക് നീ ചുവടുവെച്ചല്ലേ? ഞാൻ പോരാടേണ്ടത് ആരോടാണ് സ്വാമിജി? ചുറ്റിലും ശത്രുക്കളുണ്ടെന്നൊക്കെ പറയുമ്പോ എന്റെ കൂടെയുള്ളവരെല്ലാവരും ശത്രുക്കളാണെന്നാണ്. അപ്പോ എനിക്ക് തോന്നുന്നതൊക്കെ ശരിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. സ്വാമിജി, ദയവ് ചെയ്ത് ഉത്തരം താ. എന്റെ സംശയങ്ങളൊന്ന് മാറ്റിത്താ. എന്റെ ശിവാനിയെ കൊല്ലാൻ നോക്കിയത് ആരായിരുന്നു? അവൾ പറഞ്ഞ കഥകളെല്ലാം സത്യമാണോ? അതോ ഇനി ആ കഥയ്ക്ക് പിന്നിൽ മറ്റൊരു കഥയുണ്ടോ? ആ കഥയാണോ സത്യം? നിന്റെ ജീവിത ലക്ഷ്യം കയ്യെത്തും ദൂരത്താണുള്ളത്. കാണുമ്പോൾ കയ്യെത്തും ദൂരത്താണുള്ളതെന്ന് തോന്നും. വരാൻ പോകുന്ന ഘോര അമാവാസി ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ലോകത്ത് വിളക്കാകേണ്ടതാണ്. മുകുടമണിയിൽ ആ പ്രകാശം പടർത്തി ആ ലോകത്തെ സംരക്ഷിക്കേണ്ടതാണ്. നിന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ആ രഹസ്യം നിന്റെ അറിവിലേക്ക് വരുന്നതാണ്. അത് അഘോര അമാവാസിയുടെ അന്നാണ്. സ്വാമിജി, അങ്ങ് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ വന്ന കാര്യമേതോ അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തേണ്ടതാണ്. ആ മുകുടമണിയെ നീ ആ ലോകത്ത് കൊണ്ടുപോയി എത്തിക്കേണ്ടതാണ്. നിന്റെ ജനനത്തിന്റെ പിന്നിൽ ഒരു രഹസ്യം മറഞ്ഞിരിപ്പുണ്ട്. ആ രഹസ്യം കണ്ടെത്തുക എന്നുള്ളതാണ് നിന്റെ ജീവിത ലക്ഷ്യം. ആ രഹസ്യം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ലോകം നശിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താം. അതുപോലെ നിന്റെ ആളുകളെയും നിനക്ക് രക്ഷപ്പെടുത്താം. സ്വാമിജി, അങ്ങ് എന്തൊക്കെ പറയുന്നറിയില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേന്നൊന്ന് പറഞ്ഞതാ. അല്ല സ്വാമിജി, എന്റെ ശത്രുക്കൾ ആരൊക്കെയാ? എന്റെ ജന്മരഹസ്യം എന്താണെന്ന് പറ. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഇതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ഈ രൂപം നീ പരിപൂർണമായി ഉപേക്ഷിച്ച് വേറൊരു രൂപം സ്വീകരിക്കേണ്ടതാണ്. നിന്റെ ചുറ്റും നരകലോകത്തൊളിച്ചിരിക്കുന്ന ദുഷ്ടന്മാരാരാണെന്ന് നീ തിരിച്ചറിയണം. നീ അവനല്ലെങ്കിൽ കൂടി നീ അവനാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് എല്ലാ രഹസ്യങ്ങളും നീ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ നീലാഞ്ജന പർവ്വതത്തിൽ എത്തിയിട്ടും എല്ലായിടത്തും തിരഞ്ഞിട്ടും താളിയോല ഗ്രന്ഥം ലഭിക്കാത്തതെന്താ ദാക്ഷായണി? ജഡായു സോദരൻ സമ്പത്തിന്റെ പേരിലുള്ള ഗുഹ, അത് പാതാള ഭൈരവിയുടെ മൂലശില. നാഗമാണിക്യത്തിന്റെ രഹസ്യം അറിയുവാനായി ഇനി ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വാ കൃഷ്ണേ, അങ്ങോട്ടേക്ക് പോകാം. സ്വാമിജി, എന്തൊക്കെ പറയുന്നേ? ഞാൻ എന്റെ രൂപം മാറ്റണം എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അതെ അതെ, ഈ രൂപം എത്രയോ പേർക്ക് ചോദ്യചിഹ്നമായിരിക്കുന്നു. അതുപോലെ തന്നെ നിന്റെ ഈ രൂപം നിനക്ക് തന്നെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കെല്ലാം നിനക്കുത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ രൂപം നീ മാറ്റിയേ മതിയാകൂ. നീ ഇതേ രൂപത്തിൽ തന്നെയാണെങ്കിൽ നിന്റെ ചോദ്യങ്ങൾ ചോദ്യങ്ങളായി തന്നെ നിൽക്കും. ആ ചോദ്യങ്ങൾ നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയണമെങ്കിൽ ആ ഭോലേനാഥൻ നിന്റെ രൂപം മാറ്റണമെന്ന് തീരുമാനിച്ചിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ശിവദൂതനായ ഞാൻ, ശിവാംശമായ നിന്നോട് ഈ കാര്യം അറിയിക്കുക എന്നത് മാത്രമാണ് എന്റെ ദൗത്യം. ആ രൂപത്തിൽ നിന്നും പുറത്തു വന്നു നോക്കിയാൽ മാത്രമേ നിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കൂ. ആ ജീവിതത്തിൽ നീ നിന്റെ ആളുകളെന്ന് കരുതിയിരിക്കുന്ന ശത്രുക്കളെ അറിയാൻ സാധിക്കൂ. ആ ആളുകൾ തന്നെയാണ് നിന്റെ ജീവിതത്തെ ശല്യപ്പെടുത്തുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിന്റെ ശത്രു ആരാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിന്നെ നിന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഇത് ആ പരമേശ്വരനെ പോലെ സത്യമാണ്. ശരി സ്വാമിജി, എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാ.
പക്ഷെ എന്റെ രൂപം എങ്ങനെ മാറ്റാനാ? അതങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അത് നിനക്ക് അസാധ്യമാണ്. അതത്രയ്ക്ക് എളുപ്പവുമല്ല. എന്നാൽ ഒരു കാര്യം, നീ അതിശക്തിയുള്ളവനാണ്, ഒരുപാട് ജ്ഞാനമുള്ളവനാണ്, ഒരുപാട് തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാവുന്നവൻ. ആ മഹാജ്ഞാനി രാവണന്റെ അത്രയും പാണ്ഡിത്യമുള്ളവൻ. എന്നാൽ ആ ശക്തിയെക്കുറിച്ച് നിനക്കറിയാത്തതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ടാണ് നിനക്ക് നിന്റെ ലോകം നഷ്ടമായത്. നീ നിന്റെ ഈ രൂപം മാറ്റിയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകൂ. അത് ഈ ദൂതനാൽ സാധ്യമാണ്. എന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം കിട്ടുമെന്നാണെങ്കിൽ, എന്റെ സംശയങ്ങൾക്കുള്ള പരിഹാരം ലഭിക്കുമെന്നാണെങ്കിൽ, എന്റെ വേണ്ടപ്പെട്ടവരെല്ലാം സമാധാനമായി ജീവിക്കുമെന്നാണെങ്കിൽ, എന്റെ ഭാര്യ ശിവാനി, പിന്നെ എന്റെ കുഞ്ഞ്, അവരെനിക്ക് വീണ്ടും ലഭിക്കുമെന്നാണെങ്കിൽ, ഞാൻ എന്റെ ഇപ്പോഴത്തെ ഈ രൂപം മാറ്റാൻ തയ്യാറാണ് സ്വാമിജി. ഓ, പറഞ്ഞു തീരുന്ന അത്രയും എളുപ്പത്തിൽ നിന്റെ രൂപം മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. മഹായജ്ഞം നടത്തണം. പഞ്ചശക്തികളെയും ആവാഹിച്ച് അവർക്ക് നൈവേദ്യം നടത്തണം. രൂപം മാറ്റാനുള്ള മഹായജ്ഞത്തിൽ ചില നിയമങ്ങളും നീതിയുമുണ്ട്. ഘോര പ്രശ്നങ്ങളൊക്കെ നീ നേരിടേണ്ടി വരും. ആ സമയത്ത് നിന്റെ പ്രാണൻ തന്നെ നഷ്ടമായെന്ന് വരും. ഇത് നിന്റെ ജീവിതത്തിലെ അവസാന പ്രയത്നമാണ്. ഇത് തന്നെയാണ് ജീവിക്കുവാനുള്ള ചോദ്യവും മരിക്കുവാനുള്ള ചോദ്യവും. ഇതൊക്കെ നീ സമ്മതിച്ചാൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാലായ കസ്മൈ നമഃ. ജയ് ഭോലാനാഥ, ജയ് ഭോലാനാഥ. തൃശൂൽ, ആ, എന്തുപറ്റി? എങ്ങോട്ടോ പോയി അവളുടെ മേലുള്ള സംശയങ്ങളെ തീർത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്തായി? സംശയങ്ങളൊക്കെ മാറിയോ? അത്രയ്ക്ക് എളുപ്പത്തില് എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ സോൾവ് ആവില്ലല്ലോ. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ക്ഷമ വേണ്ടി വരും. മറ്റു ചിലതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് സ്വാമിജി പറഞ്ഞിരുന്നു. ക്ഷമ വേണം, ശരി. പക്ഷേ ബുദ്ധിമുട്ടുന്നത് എന്തിനാ? അത് ഞാൻ നിന്നെ വിട്ട് കുറച്ചാൾ ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരും. തൃശൂൽ, എങ്ങോട്ടാ പോന്നെ നീ? ദൂരേക്ക് പോണെന്നൊക്കെ പറഞ്ഞ? ഇല്ല, നീ എങ്ങോട്ടേക്കും പോകുന്നില്ല. എന്നെ വിട്ടിട്ട് നിനക്ക് പോകാൻ പറ്റില്ല. ഏയ്, എനിക്ക് നിന്നെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവൂ. ഇപ്പൊ ഞാൻ നിന്നെ വിട്ട് മാറി നിൽക്കുന്നത് ഇനി ഒരിക്കലും നിന്നെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയാ. അത് മനസ്സിലാക്കിയാ മതി. ഇല്ല, എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് നിന്നെ വിട്ടു നിൽക്കാൻ പറ്റില്ല. നീ ഇപ്പൊ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല എന്ന് മാത്രം. എന്റെ ഭാര്യ
എന്നെ മനസ്സിലാക്കുന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. എനിക്ക് നീയും പിന്നെ എന്റെ കുഞ്ഞുമാണ് ഏറ്റവും പ്രധാനം. പ്ലീസ്. എത്ര നാളത്തേക്കാ? അല്ല, പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? എന്നെ വിട്ട് പോവണ്ട സീറോ. നീ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നത്. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ, എന്നെ കൂടെ കൊണ്ടുപോ. കാടായാലും സാരമില്ല, ആഹാരോ വെള്ളമോ ഇല്ലെങ്കിലും സാരമില്ല, നീ എന്റെ കൂടെ ഉണ്ടായാൽ മതി. നിന്റെ പ്രണയം ഉണ്ടെങ്കിൽ മതി സീറോ. നോക്കേ, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവണമെന്നാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ അടുത്തുനിന്ന് പോയേ പറ്റൂ. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവേണ്ടി വരും. തൃശ്ശൂർ. ഹേ ശിവാനി, കൃഷ്ണേ, ഇതാണ് സമ്പതി ഗുഹ. ഈ വിഗ്രഹത്തിന്റെ സമീപത്തുള്ള ശില മാറ്റിയാൽ ആ മഹാമായിയുടെ പാദത്തിന് സമീപം നമുക്കാവശ്യമുള്ള താളിയോലകൾ ലഭിക്കും. അതിനുള്ളിൽ വക്രേശ്വര മഹാമുനി ശ്രേഷ്ഠൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു നല്ല ദിവസമാണ്. നമ്മൾ മന്ത്രം ജപിച്ചാൽ താളിയോലകൾ തനിയെ പുറത്തു വരും. ഓം പാതാള ഭൈരവേ നമഃ. ഓം രാക്ഷസകുലേശ്വരിയേ നമഃ. ഓം അസുരകുലേശ്വരിയേ നമഃ. ഓം സർവദുഷ്ടപ്രഹാരിണീ നമഃ. എന്താ ഇത് ദാക്ഷായണി? താളിയോല ഗ്രന്ഥം ഇതിനുള്ളിൽ കാണുന്നില്ലല്ലോ. നമുക്ക് മുൻപേ മറ്റാരോ ഇവിടെ വന്നത് അപഹരിച്ചുകൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് താളിയോലകൾ എടുത്തുകൊണ്ടു പോയത് ആരായിരിക്കും? തൃശ്ശൂർ, നീ ഇങ്ങോട്ടായാലും ശ്രദ്ധിച്ചു പോണം. എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയില്ല. എത്ര ദിവസമാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. തൃശൂൽ എവിടേക്കെങ്കിലും പോവാണോ? തൃശൂൽ, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാനൊരു സ്ഥലം വരെ പോവാ. ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ശിവാനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അതിന് നീയായിരിക്കും കാരണക്കാരെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
എന്റെ ശിവാനിക്ക് ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് ഇനി നിന്റെ കടമയാ. ശിവാനി, നീ ശ്രദ്ധിക്കണം. നിന്റെ വയറ്റിലൊരു ജീവനുള്ളതാ. നിനക്കൊന്നും സംഭവിക്കാതെ ഇനി ഇവള് നോക്കിക്കോളും. ഞാൻ പോയി വരാം. തൃശൂൽ, നീ സേഫായിട്ടിരിക്കണം. എന്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കില്ലേ? പോകുന്നത് ആദിശേഷൻ, എന്റെ ഭർത്താവേണ്ട ആദിശേഷൻ. എങ്ങോട്ട് പോകുന്നു? എന്തിനു പോകുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവമേ, എന്റെ ആദിശേഷൻ ഒന്നും സംഭവിക്കരുത്. ഓം അരുണിത ഗുണസാഗര മഹാചൈതന്യ ശേഖര പ്രഭോ ഭോലേ ശങ്കര. ത്രിലോകങ്ങളിൽ നിന്നും ആശീർവാദം വരട്ടെ. ചതുർവേദങ്ങളിൽ നിന്നും ചൈതന്യം വരട്ടെ. പഞ്ചഭൂതങ്ങളിൽ നിന്നും ശക്തി വരട്ടെ. ആ ശക്തികളാൽ പുണ്യപ്രാപ്തി വരട്ടെ. സപ്തസാഗരങ്ങളിൽ നിന്നും മഹാചൈതന്യം പുറത്തു വരട്ടെ. ഇതിനെല്ലാം കൂടി അഷ്ടദിക്പാലകർ സാക്ഷിയാവട്ടെ. ജയ് ഭോലേനാഥ. മഹാ പുണ്യ തീർത്ഥ ഗംഗ രേഖാന്തരം രൂപാന്തരം. ആ ഭോലേനാഥനെ സ്മരിക്കുവിൻ. എന്തിനാ മനസ്സ് ഇത്ര ടെൻഷനാവുന്നേ? എന്തോ ഒരു വല്ലായ്ക തോന്നുന്നല്ലോ. അവൻ ഈ വീട്ടിൽ നിന്ന് പോയപ്പോ മുതല് എന്റെ മനസ്സും അല്ലാതെ ശൂന്യമായിട്ട് തോന്നുക. എനിക്ക് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? അവൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ലല്ലോ. ഒരു കാരണമില്ലാതെ അവൻ അങ്ങനെ പോവില്ലല്ലോ. ഛേ, അവൻ കൂടെ ഉണ്ടായിരുന്നപ്പോ അവനുമായിട്ട് തല്ലുകൂടി ബഹളം വെച്ച് വഴക്കടിച്ച് അവന്റെ വീട്ടില് അവൻ ആ സോഫയിൽ പോയി കിടന്നിട്ട് എന്നെ ആ കിടക്കൽ കിടത്തിയിരുന്നു. അവൻ അടുത്തുള്ളപ്പോ എന്തിനാണ് അടുത്തുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ഇപ്പൊ അവൻ ദൂരെ പോയപ്പോ അവൻ എന്താ അടുത്തില്ലാത്തത് എന്നാ തോന്നുന്നത്. എനിക്ക് പറ്റുന്നില്ല തൃശൂൽ. എനിക്ക് നിന്നോട് സംസാരിക്കണം. നിന്നോട് സംസാരിക്കുന്നത് വരെ എന്റെ മനസ്സിലുള്ള സങ്കടം ദൂരെ പോവില്ല. എനിക്ക് സംസാരിക്കണം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി എന്തുകൊണ്ട് നോട്ട് റീച്ചബിൾ വരുന്നത്? എങ്ങോട്ടായിരിക്കും അവൻ പോയത്? ഒരേ ഒരു തവണ നീ ഫോൺ എടുത്ത് ശിവാനി എങ്ങനെയുണ്ട്, ആഹാരം കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ മനസ്സിന് സമാധാനമായനെ. എങ്ങോട്ടായിരിക്കും അവൻ പോയത്? ദൈവമേ, എന്റെ തൃശ്ശൂരിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് അവൻ എന്റെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ ദൈവമേ.
വന്നോ തൃശ്ശൂർ? നീയോ? ആ ഞാൻ തന്നെ. എന്താ? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. തൃശൂൽ അറിയില്ല, പുറത്തു പോയതല്ലേ. തിരിച്ചു വന്നോളൂ. എങ്ങോട്ടോ പോവാണെന്ന് പറഞ്ഞു. എന്നാ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞില്ല. നിന്നോടൊന്നും പറഞ്ഞില്ലേ?